ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച ഒരാളെ പലപ്പോഴും നമ്മൾ റോട്ടിൽ കാണുന്നതാണ്. വാരിയെടുക്കും, തൂക്കിയെടുക്കും, ഓട്ടോറിക്ഷയിലും കാറിലൊക്കെ കൊണ്ടുപോകും അല്ലെ. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ജീവിതകാലം മുഴുവനും കിടപ്പിലായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ അദ്ദേഹത്തിന് നട്ടലിന്റെ തലക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഒരു റോഡപകടം സംഭവിച്ച് ഏതൊരാളെയും നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ നട്ടലിനും തലക്കും പരിക്കു പറ്റി എന്ന അനുമാനത്തിൽ തന്നെ വേണം നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെങ്കിലും അവരെ കൈകാര്യം ചെയ്യാൻ. അതെങ്ങനെ നമ്മൾ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോ ഒരു ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരാളായിരുന്നു, അദ്ദേഹം ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹം പെട്ടെന്ന് ബൈക്കിൽ നിന്ന് തെറിച്ചു വീണു. യെസ്, ഇനി നമുക്ക് അവരെങ്ങനെ മാനേജ് ചെയ്യാം നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരേണ്ട ആള് ഫ്രണ്ടിലൂടെ വരിക. യെസ്, ഫ്രണ്ടിലൂടെ വന്നതിന് ശേഷം ആളെ റെസ്പോൺസ് ചെക്ക് ചെയ്യുക. ഹലോ സാർ, എന്ത് പറ്റി? യെസ്. അപ്പൊ അവരോട് പറയാം, ഞാൻ ഇതിൽ ട്രെയിൻഡ് ആണ്, പഠിച്ച ആളാണ്, ഞാൻ നിങ്ങളെ സേഫ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, നിങ്ങൾ പേടിക്കേണ്ട. യെസ്. ദെൻ അവർ നേരെ ഹെഡിലോട്ട് വരാം. അവിടെ മുട്ടുകുത്തിരിക്കുന്നു. അവരുടെ 2 കൈകൾ കൊണ്ട് വിക്ടിമിന്റെ ഹെഡ്, നെക്ക്, ഷോൾഡർ, ഈ 3 പാർട്ട് നമ്മുടെ 2 കൈയുടെ ഇടയിൽ വരണം. കണ്ടില്ലേ? ഇത് നമ്മളിങ്ങനെ പിടിക്കുന്നത് എന്താ വെച്ചാൽ ഏത് റോഡപകടം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ പരിക്ക് പറ്റാൻ സാധ്യതയുള്ള ഏരിയയാണ് നമ്മുടെ സെർവിക്കൽ സ്പൈൻ, കഴുത്തിന്റെ പുറകിലൊരു ഭാഗം. അവിടെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആള് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോവാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തലയുടെയും കഴുത്തിന്റെയും മൂവ്മെന്റ് ആദ്യം നമ്മൾ കുറയ്ക്കണം. അതിനാണ് നമ്മൾ ഇതേ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ റെസ്ക്യൂർ നേരെ ഫ്രണ്ടിലൂടെ വരുന്നു. ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യണം? ഈ വിക്ടിമിന്റെ തലയും കഴുത്തും 2 കൈകൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് പിടിക്കുക. ശേഷം പുറകിലാണ് കൈയെടുക്കുക. ഓക്കെ, ഇനി പുറകിലുള്ള റെസ്ക്യൂർ ആണ് ഹെൽമെറ്റ് സേഫ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഹെൽമെറ്റിനുള്ളിൽ 2 കൈ ഇട്ടിട്ട് നമ്മൾ 2 സൈഡിലോട്ട് വലിച്ചു പിടിക്കുന്നു. എന്നിട്ട് സാവധാനം നമ്മളത് റിമൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് യാതൊരു മൂവ്മെന്റ് ഉണ്ടാവില്ല. കണ്ടില്ലേ? വളരെ സേഫ് ആയിട്ട് നമുക്ക് ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇനി ഈ ഹെൽമെറ്റ് ഊരി ആളെന്ത് ചെയ്യണം? നേരത്തെ പിടിച്ചതുപോലെ 2 കൈകൾ കൊണ്ട് തലയും കഴുത്തും ഷോൾഡർ ലോക്ക് ചെയ്യുക. ശേഷം ഫ്രണ്ടിലേക്ക് കൈയെടുക്കാം. ഇനി അടുത്ത റെസ്ക്യൂർ വരി. ഓക്കെ, മൂന്നാമത്തെ ആളൊരു സൈഡിൽ മുട്ടുകുത്തിരിക്കുന്നു. രണ്ടാമത്തെ ആൾ ചെയ്യേണ്ടത് ഒരു കൈ കൊണ്ട് ഷോൾഡർ പിടിക്കുക, അടുത്ത കൈ കൊണ്ട് കൈപ്പത്തി ഹിപ്പ് കൂട്ടി പിടിക്കുക. മൂന്നാമത്തെ ആള് കൈമുട്ട്, കാൽമുട്ട്. നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇയാളെ ചരിക്കാൻ പോവുകയാണ്, ഒരു സ്ട്രക്ചറിലേക്ക് ബോഡിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ എല്ലാ ജോയിന്റുകളും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പലക, ഒരു വടിക്കഷ് പോലെ നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ചരിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് ലോഗ് റോൾ മെത്തേഡ് എന്നാണ് പറയാ. അപ്പൊ ആ ലോഗ് റോൾ മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ടീം ലീഡർ ഹെഡിൽ നിൽക്കുന്ന ആളാണ്. അവരത് ഉറപ്പ് വരുത്തണം 2 പേര് ശരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. റെഡി? 1 2 3 ഷിഫ്റ്റ്. സാവധാനം ഒരു വശത്തേക്ക് ചരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇയാളുടെ ഹെഡ് ടു ഹിപ്പ് എന്ന് പറഞ്ഞിരിക്കില്ലേ, സ്പൈനിന്റെ അത്രയും ഏരിയ. അപ്പൊ സമയം നമുക്ക് എന്ത് ചെയ്യാം? ഒരു പലകയോ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പൈൻ ബോർഡോ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാ? നേരെ കൊണ്ടുവരുന്നു, സൈഡിലോട്ട് കയറ്റി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇയാളെ ഒരു ബോർഡിലോട്ടോ സ്ട്രക്ചറിലേക്കോ മാറ്റാം വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, 3 2 1 ഡൗൺ. നേരെ തിരിച്ച് ബോർഡിലോട്ട് മാറ്റി. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആള് ഫുള്ളി ബോർഡിലോട്ട് വന്നിട്ടില്ല അല്ലെ. ഇനി നമുക്ക് ആളെ ഫുള്ളി ബോർഡിലോട്ട് മാറ്റണം. അതിനൊരു മെത്തേഡ് ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഡൗൺ ആൻഡ് അപ്പ് ഉണ്ടല്ലേ. ഒരൊറ്റ യൂണിറ്റ് ആയി നമ്മൾ ആളെ ബോർഡിലോട്ട് മാറ്റി. ഇനി നമുക്ക് എല്ലാ സിറ്റുവേഷനും ബോർഡ് കിട്ടിക്കോളുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലേസിലോ റോഡിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ട്രക്ചറോ ബോർഡോ പലകൊന്നും കിട്ടാത്തൊരു സാഹചര്യം വന്നേക്കാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 പേർ വെച്ചിട്ട് നമുക്കൊരു ബോർഡ് പോലെ ആക്കാം. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ ബോർഡ് കൊണ്ടുവന്ന ഈ 2 വ്യക്തി എന്ത് ചെയ്യണം? ഇവരുടെ അഭിമുഖമായിട്ട് മുട്ടുകുത്തി ഇരിക്കുക. ഓക്കെ, എന്നിട്ട് അവരെ 2 കൈപ്പത്തികളും പരമാവധി ഉള്ളിലോട്ട് ചേർത്ത് വെക്കുന്നു. ശേഷം ഇവരെ കൈമുട്ട് കുത്തിവെക്കുക, തിരിച്ച് ഇവരെ കയ്യിലോട്ട് ആളെ കൊടുക്കുന്നു. 3 2 1 ഡൗൺ. യെസ്, ഇപ്പൊ ഈ 2 പേരുടെ കൈകളിലോട്ട് ആള് വന്നു അല്ലെ. ഇനി ഓപ്പോസിറ്റ് ആൾ ചെയ്യേണ്ടത് അവരുടെ കൈകൾ അടിയിലൂടെ കൊണ്ടുപോയിട്ട് ഓപ്പോസിറ്റ് ആളുടെ കൈ ലോക്ക് ചെയ്ത് പിടിക്കുക. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഒരു അഡീഷണൽ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് കാലി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, 5 പേര് റെഡി ആണെന്നുള്ളത് ടീം ലീഡർ ഉറപ്പ് വരുത്തുക. ആണെങ്കിൽ മാത്രമേ ആളെ പൊക്കാൻ പാടുള്ളൂ. ആർ യു റെഡി? ഓക്കെ, 1 2 3 അപ്പ്. ഓക്കെ, കേട്ടോ. അപ്പൊ നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു 5 പേരുണ്ട്, നമുക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഒരു എക്യുപ്മെന്റ്സും ഇല്ലെങ്കിൽ നമ്മൾ ഇതേ രീതിയിലാണ് ആളെ മാനേജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് റോഡ് അപകടത്തിൽപ്പെട്ട ഒരാൾ നിങ്ങൾ ഒരിക്കലും വാരിയെടുക്കരുത്, തൂക്കിയെടുക്കരുത്, ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകരുത്, കാറിൽ കൊണ്ടുപോകരുത്. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ആംബുലൻസ് തന്നെ വേണം നമ്മൾ കൊണ്ടുപോവാൻ. ഓക്കെ, ഇനി ഈ സമയത്ത് ചിലപ്പോൾ കൈകൾക്ക് ഒടിവുകൾ സംഭവിക്കാം, നല്ല ബ്ലീഡിംഗ് ഉണ്ടാവാം, അവയവങ്ങൾ അറ്റു വേർപെട്ട് പോവാം. അപ്പൊ നമുക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് നോക്കാം.
ഇനിയിപ്പോ നല്ല ബ്ലീഡിംഗ് ഉണ്ട്, സിവിയർ ബ്ലീഡിംഗ്, ഒരുപാട് ബ്ലഡ് ഒക്കെ പോകുന്നുണ്ട്. നമുക്ക് ആദ്യം ബ്ലഡ് കൺട്രോൾ ചെയ്യണം അല്ലെ, സ്റ്റോപ്പ് ചെയ്യണം. ബ്ലീഡിംഗ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി, ഒരു സ്റ്റെറൈൽ കോട്ടൺ തുണി എടുക്കുക നല്ല കട്ടിയിൽ. എന്നിട്ട് എവിടെയാണോ ബ്ലഡ് വരുന്നത് അവിടെ ഡയറക്റ്റ് പ്രഷർ കൊടുത്തിട്ട് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്കൊരു ബാൻഡേജോ ഇതുപോലുള്ള തുണി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക, ബാൻഡേജ് ചെയ്യാം, ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, യെസ്. ഇനി നമുക്ക് കൈക്ക് ഫ്രാക്ചർ ഉണ്ട്. ഫ്രാക്ചർ ഇമ്മൊബിലൈസ് ചെയ്യണം. അതിനെ നമ്മൾ സ്ലിംഗ് എന്ന് പറയും, സ്പ്ലിന്റ് ഉണ്ടാക്കാന്ന് പറയും. ആ സ്പ്ലിന്റ് നമുക്ക് ഇതുപോലെ ഒരു വുഡിന്റെ പീസോ അല്ലെങ്കിൽ സ്കെയിലോ കമ്പോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണ് എന്ത് ചെയ്യുക, കൈയിനടിയിൽ വെച്ചൊരു സപ്പോർട്ട് കൊടുക്കുക, എന്നിട്ട് അത് കെട്ടിക്കൊടുക്കുന്നു. ശേഷം നമ്മൾ കഴുത്തിലൊരു ആം സ്ലിംഗ് ഉണ്ടാക്കുന്നു, അത് വെച്ചിട്ടാണെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു പരിധി വരെ പെയിനും മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, യെസ്, കണ്ടില്ലേ. ഇനിയിപ്പോ നമുക്ക് ഇതുപോലുള്ള സ്പ്ലിന്റ് ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ വുഡോ അല്ലെങ്കിൽ സ്കെയിലോ കമ്പോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യം. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള എന്തെങ്കിലും ക്ലോത്ത്, ഇപ്പൊ ഇതുപോലുള്ള ടവലോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ ടേബിൾ ഷീറ്റോ അല്ലെങ്കിൽ ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ ഷോളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ത്രികോണാകൃതിയിലോട്ട് മാറ്റുക, ഒരു ട്രയാങ്കിൾ ഷേപ്പിലോട്ട് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വെച്ച് നമുക്കൊരു സ്ലിംഗ് ഉണ്ടാക്കി കൊടുക്കാം. എങ്ങനെ നമുക്ക് നോക്കാം. യെസ്, കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള തുണി ഇതേ രീതിയിൽ വെക്കുക. എന്നിട്ട് താഴെയുള്ള ഭാഗം എന്ത് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. കേട്ടോ, അപ്പൊ നമുക്ക് ഇങ്ങനെയും ഒരു സപ്പോർട്ട് കൊടുക്കാം. ഇനി ഒരു അവയവം മറ്റു വേർപെട്ട് പോയി, നമ്മുടെ കൈവിരലോ കൈപ്പത്തോ ഏതെങ്കിലും ഒരു അവയവം ആംബ്യൂട്ടേറ്റഡ്, അപ്പൊ ആ ഭാഗം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ ബ്ലഡ് വരുന്നത് ആ ബ്ലീഡിങ് നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ. ഇനി അറ്റുപോയ ഭാഗം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു സ്റ്റെറൈൽ പ്ലാസ്റ്റിക് കവർ എടുക്കുക, വൃത്തിയായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുന്നു. ആ കവറിലോട്ട് നമ്മൾ അറ്റുപോയ പാട്ട് ഇടുക ഇതേപോലെ, കണ്ടില്ലേ. എന്നിട്ട് കവർ നമ്മൾ സീൽ ചെയ്യുന്നു. ഈ കവറാണ് നമ്മൾ ഒരു ഐസ് ബോക്സിലോ ഐസ് പാക്കറ്റിലേക്കോ വെക്കേണ്ടത്. എന്നിട്ട് വേണം അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു അഡ്വാൻസ് ഫെസിലിറ്റീസിൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ആളെ ഷിഫ്റ്റ് ചെയ്യാം. ഒരിക്കലും മറ്റു പോയ പാട്ട് ഡയറക്റ്റ് ഐസ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞത് കോൾഡ് ഇഞ്ചുറി ഉണ്ടാക്കും. ഓക്കെ.